നമ്മളെ തലച്ചോറിലേക്ക് പോകുന്ന രക്തത്തിന്റെ പ്രവാഹത്തിൽ ഒരു 3 മിനിറ്റ് കുറവ് വന്നാൽ ആ കുറവ് വരുന്നതോടുകൂടെ ആ തലച്ചോറിലേക്ക് എത്തേണ്ട ആ രക്തത്തിന്റെ കുറവ് കാരണത്താൽ അവിടെ ഓക്സിജന്റെയും ഗ്ലൂക്കോസിന്റെയും അളവ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ 3 മിനിറ്റ് കൊണ്ട് ഒരു മനുഷ്യന് സ്ട്രോക്ക് സംഭവിക്കുന്നു. വെറും 3 മിനിറ്റ് കൊണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഈ ശരീരത്തിൽ നടക്കുന്ന ഈ രക്തത്തിന്റെ വളരെ സുഗമമായ പ്രവാഹം അത് ഒരേ അളവിൽ അത് കുറഞ്ഞാൽ ഇതാണ് അവസ്ഥ. അപ്പൊ കുറച്ച് കൂടിയാൽ അതിനേക്കാൾ വലിയ അപകടാവസ്ഥയിലേക്ക് മനുഷ്യനെത്തുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നു, രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നാം അറിയുന്നേയില്ല നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം. നാം ഇവിടെ ഇരിക്കുന്നു, ഞാനിവിടെ പ്രസംഗിക്കുന്നു, നിങ്ങളത് കേൾക്കുന്നു, സുഗമമായി നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. വലിയ അനുഗ്രഹമാണ്. അപ്പോൾ നമ്മൾ ആരോഗ്യത്തോടുകൂടി ജീവിക്കുക എന്നതാണ് വലിയ അത്ഭുതം. കാരണം നമ്മുടെ നിയന്ത്രണത്തിലല്ല നാം ആരോഗ്യ ദൃഢഗാത്രനായി നാം ജീവിക്കുന്നു. ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 20 സെക്കൻഡ് നമ്മുടെ ഈ മിടിപ്പ് ഒന്ന് കുറഞ്ഞു പോയാൽ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളൊരു 20-25 സെക്കൻഡ് കൊണ്ട് നമുക്ക് ബോധക്ഷയം സംഭവിക്കാം. അത് 1 മിനിറ്റിലേക്ക് എത്തിയാലോ നമ്മുടെ മസ്തിഷ്ക കോശങ്ങൾക്ക് പതിയെ നാശങ്ങൾ കടന്നു വരും. അതൊരു 3-4 മിനിറ്റ് ആയാൽ അല്ലെങ്കിൽ ഒരു 2-3 മിനിറ്റ് ആയി കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു കോമാവസ്ഥയിലേക്ക് എത്തും, അല്ലെങ്കിൽ മരണത്തിലേക്ക് എത്തും. അപ്പൊ നമ്മൾ എത്ര നിസ്സാരരാണ്, നാം നിസ്സാരരാണ്. അപ്പോൾ നാം ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്നു, നമ്മുടെ ആവശ്യങ്ങളെല്ലാം നടത്തുന്നു. ഇത് വലിയ അനുഗ്രഹമാണ്. ഇത്ര നിസ്സാരരായ മനുഷ്യരാണ് വാശി കാട്ടി നടക്കുന്നത്. ഇങ്ങനെ വളരെ പെട്ടെന്ന് അവസാനിക്കുന്ന ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യൻ പോലും 2-3 മിനിറ്റ് കൊണ്ട് ശരീരത്തിന്റെ ചലനങ്ങളിൽ മാറ്റം സംഭവിച്ചാൽ മരണമോ കോമാവസ്ഥയിലോ ചലനമോ നഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ വാശി കാട്ടി നടക്കുന്നു, പിണങ്ങി നടക്കുന്നു, സലാം പറഞ്ഞ ആരെങ്കിലും വന്നാൽ തന്നെ ഒരു താല്പര്യമില്ലാതെ സലാം അടക്കുന്നു, വർഗീയതയുമായി കൊണ്ട് ജീവിക്കുന്നു. എത്ര വിഡ്ഢിയാണ് മനുഷ്യനെന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. നാം നിസ്സാരരാണ്. ആ നിസ്സാരതയിൽ നിന്ന് ആലോചിക്കുമ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ ആരോഗ്യം എന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിച്ചിരുന്ന ചില പ്രാർത്ഥനകളിലെ ഒരു പ്രാർത്ഥന, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീ ജസദി. അൽഹംദുലില്ലാ, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ആഫാനി ഫീ ജസദി, ആ അള്ളാഹു എന്റെ ശരീരത്തിന് ആരോഗ്യം നൽകി, ആഫിയത്ത് നൽകി, സൗഖ്യം നൽകി, സുഖം നൽകി. വറദ്ദ അലയ്യ റൂഹി, എന്റെ റൂഹിനെ, എന്റെ ആത്മാവിനെ, എന്റെ ജീവനെ എനിക്ക് തിരിച്ചു നൽകി. വഅദിന ലീ ബിദിക്രി, ആ അല്ലാഹുവിനെ സ്മരിക്കാനുള്ള അനുമതിയും ആ അല്ലാഹു എനിക്ക് നൽകി. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ്.